ഹലോ ഹായ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കോട്ട ചെക്സിൻ്റെ 3 വെറൈറ്റീസാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് കോട്ട ചെക്സ് മെറ്റീരിയലിൽ വരുന്ന ഡിജിറ്റൽ പ്രിൻ്റുള്ള മെറ്റീരിയൽ, അതുപോലെ ത്രെഡ് വർക്ക് ഉള്ളതും സീക്വൻസ് വർക്ക് ഉള്ളതുമായിട്ടുള്ള 3 ടൈപ്പ് മെറ്റീരിയൽസാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ട ഐറ്റംസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി കേട്ടോ, ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം. അപ്പോൾ അതിലാദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് കോട്ട ചെക്സിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റ് കളക്ഷൻസ് ആണ് കേട്ടോ. അതിലാദ്യത്തേത് തന്നെ നല്ലൊരു അടിപൊളി നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പിങ്കിൽ ഒരു മാങ്ങ ഡിസൈൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ പോയിട്ടുള്ളത്. അടുത്തത് ഒരു ബ്ലാക്ക് കളർ ബേസായിട്ട് വരുന്ന ഒരു ലീഫും ലോട്ടസിൻ്റെ ഫ്ലവറൊക്കെ ഉള്ള ഒരു പാറ്റേണിലാണ് കേട്ടോ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെക്കിൻ്റെ ഡിസൈൻ മനസ്സിലാവും. അത് ആ മെറ്റീരിയലിന് ഇൻബിൽഡായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡിസൈനാണ്. അടുത്തതും ഒരു ലോട്ടസിൻ്റെ തന്നെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ബ്ലാക്ക് കളറിന് പകരം ഗ്രീനിൻ്റെ തന്നെ ഒരു 3 ഷെയ്ഡോളം മിക്സ് ചെയ്താണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു പിങ്ക് കളറിലുള്ള ലോട്ടസിൻ്റെ ആ ഒരു കളറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അടുത്തതും ഒരു ഫ്ലോറൽ ഡിസൈനാണ്. ബേസ് കളർ എന്ന് പറയുന്നത് ഗ്രീൻ തന്നെയാണ്, ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. പിന്നെ അതിലേക്ക് പിങ്ക് ഷെയ്ഡും അതുപോലെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ബേസ് കളർ വരുന്നത് ആഷ് കളറാണ് കേട്ടോ. അതിലൊരു ലീഫ് വന്നിട്ട് അതിൻ്റെ മേളിലൊരു പശുക്കുട്ടിയോ ഒരു ആട്ടിൻകുട്ടിയോ അങ്ങനെ എന്തോ ഒന്ന് കിടക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് എന്താ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അതുപോലെ പിങ്ക് കളറിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് പിങ്ക് ഉള്ള ഒരു ഫ്ലവറും കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൽ. ഇനി നമ്മൾ കാണിക്കുന്നത് ഒരു ബേബി പിങ്കും യെല്ലോയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിലും ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വേറെയും കുറച്ച് പ്രിൻറ്റ്സും കൂടെ മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഇത്രയും നേരം നമ്മൾ കാണിച്ച പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡല്ല, വേറെ ഒരു ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് ആ ഒരു ചെക്സ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ പോകുന്നത് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് തന്നെയാണ്. ഇനി അടുത്തത് നല്ല വൈറ്റ് ബേസ് വരുന്ന ഒരു മെറ്റീരിയലാണ്. അതിൽ നമുക്ക് ലോട്ടസിൻ്റെ ഡിസൈൻ പ്രിൻറ്റ് തന്നെയാണ്, ഒരു റെഡിഷ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ്. അതിൽ ഒരുപാട് കളേഴ്സ് മിക്സപ്പ് ആയിട്ടുണ്ട്. വൈറ്റ്, യെല്ലോ, ലാവൻഡർ, അതുപോലെ ഗ്രീന്, ബ്ലൂ, അങ്ങനെ ഒരുപാട് കളേഴ്സ് മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അടുത്തത് നല്ലൊരു പിങ്ക് ബേസ് കളറിൽ വൈറ്റ് കളർ ഫ്ലവേഴ്സും അതുപോലെ ബ്ലൂ കളറിലുള്ള ലീവ്സുമാണ് വന്നിരിക്കുന്നത്. ആ വൈറ്റ് ഫ്ലവേഴ്സ് അത്ര അധികം ഹൈലൈറ്റഡ് ആയിട്ടില്ല, ആ ബ്ലൂ കളർ ലീവ്സാണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ആണ് മെറ്റീരിയലിൻ്റെ ബേസ് കളർ വരുന്നത്. അതിൽ തന്നെ ഒരു വളരെ ലൈറ്റായിട്ട് മൈന്യൂട്ടായിട്ടുള്ള ഒരു കളർ ഒരു ഷെയ്ഡിൽ വൈറ്റ് വെച്ചിട്ടാണ് ആ ഒരു ഡിസൈൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. അടുത്തതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ഫ്ലോറൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സിലെ ഫ്ലവേഴ്സ് ഉണ്ട്. റെഡ്, പിങ്ക്, വൈറ്റ്, ഓറഞ്ച്, പിന്നെ അതിനിടയ്ക്കായിട്ട് ഗ്രീൻ കളറിലെ ലീവ്സിൻ്റെ പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഒരുപാട് കളേഴ്സ് കോമ്പിനേഷനുള്ള നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. അടുത്തൊരു കളർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരുപാട് പ്രിൻറ്റ്സ് ഒന്നും കാണാത്ത കളറാണ്. ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള കളേഴ്സാണ്. അതിൻ്റെ അകത്തൊരു നല്ല ഭംഗിയുള്ള പ്രിൻറ്റ്സാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് കോട്ട ചെക്സിൽ തന്നെ ഫ്ലോറൽ ഒരു ഡിസൈനിൽ അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ ത്രെഡ് വർക്ക് വരുന്ന ടൈപ്പ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതുപോലെ ഫുൾക്കാരി എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കാണിച്ചത് ഒരു നല്ല മൈൽഡ് ഒരു പേസ്റ്റൽ ഗ്രീൻ ആയിരുന്നു. ഇതൊരു ഒനിയൻ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത്. ഇതൊരു ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പീച്ച് ഷെയ്ഡും ബേബി പിങ്കും കൂടെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ അടുത്തത് കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ഷെയ്ഡ് പിങ്കിലേക്ക് മാറി. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഒരു ഗ്രീൻ കാണിച്ചിരുന്നു, അതിനേക്കാൾ ഈ ഒരു ഗ്രീനിന് പ്രത്യേകത ഒരു യെല്ലോ ഷെയ്ഡ് കൂടുതലായിട്ടാണ് ഈ ഒരു ഗ്രീനിലുള്ളത് കേട്ടോ. മറ്റേത് കുറച്ചും കൂടെ യെല്ലോ ഷെയ്ഡ് കുറവായിരുന്നു. ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള സെയിം വർക്കാണ്. ആ ഒരു 5 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ്. അതിൻ്റെ തന്നെ കളേഴ്സാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ലാസ്റ്റ് കളർ സെയിം പാറ്റേണിൽ. ഇനി നമ്മുടെ ത്രെഡ് വർക്കിൻ്റെ അടുത്ത ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് പെറ്റൽസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ തന്നെ നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡാണ്, പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് അടുത്തത് നമ്മൾ കാണുന്നത്. ഇനി ആ സെയിം ഫ്ലവറിൻ്റെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള മെറ്റീരിയലാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്ത ഒരു ഫ്ലോറൽ ഡിസൈനാണ്. ഇത് ഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ട്യൂലിപ്പിനെയൊക്കെ പോലെ തോന്നുന്ന രീതിയിലാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് അങ്ങനെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണില്ല. അടുത്തൊരു ബ്ലാക്ക് ഷെയ്ഡിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം.
കണ്ടോ ബ്ലാക്കിൽ നല്ല വിസിബിളായിട്ട് കാണുന്നുണ്ട്. അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് അങ്ങനെയാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരെണ്ണം നേരെ വെച്ചിട്ടുണ്ട്, അടുത്തത് തല തിരിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് കേട്ടോ പോകുന്നത്. ഒരു വി ഷേപ്പാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അടുത്തത് ഈ ഒരു ബ്ലൂ, ഇത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒരു പിങ്ക് കാണിക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. കണ്ടു ഇപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന്. ഇതാവുമ്പോൾ ഇതിനകത്ത് ആ ഒരു ലൈൻസ് ശരിക്കും നമുക്കൊരു വൈറ്റ് ത്രെഡ് പോയ പോലെ ഫീൽ ആവുന്നുണ്ട്. കണ്ടോ ആ കംപ്ലീറ്റ് വർക്കും ത്രെഡാണ് കേട്ടോ പോയിട്ടുള്ളത്. അടുത്ത ഒരു പാറ്റേൺ ആണ് നോക്കുന്നത്. അതായത് ഇതുപോലെ റൗണ്ടിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. കണ്ടോ ഇതിൽ നമുക്ക് ആ കോട്ട ചെക്സിൻ്റെ ആ ഒരു ചെക്കും കാണുന്നുണ്ട്, അതുപോലെ ആ ത്രെഡ് വർക്കും നല്ല വിസിബിളായിട്ട് കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ അടുത്തൊരു ഷെയ്ഡ് നമുക്ക് അടിപൊളി നല്ല നല്ല രസമുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ വേറൊരു പാറ്റേൺ ആണ് കാണുന്നത്. ഇതൊരു ലീഫ് ഡിസൈൻ പോലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ നല്ല രീതിയിൽ ത്രെഡ് വന്നിട്ടുണ്ട്, അടുത്ത സൈഡിൽ കുറച്ച് ത്രെഡ് വർക്ക് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഹാഫ് സൈഡാണ് ലീഫിൻ്റെ ഹാഫ് സൈഡ് നന്നായിട്ട് ചെയ്ത്, എന്നിട്ട് ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് അപ്വേർഡ് ഡൗൺവേർഡ് അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കോട്ട ചെക്സിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൂന്നാമത്തെ കാറ്റഗറിയിലേക്കാണ് എത്തുന്നത്. അതായത് ഇതിൽ നമുക്ക് ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ്. ഇതൊരു ഡയമണ്ട് ഷേപ്പിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കണ്ടോ അതിൻ്റെ ഒരു പിങ്ക് ഡിസൈൻ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് ഈ സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് വേറൊരു ത്രെഡ് വർക്കാണ്. ഇപ്പം നമ്മൾ രണ്ടെണ്ണം കണ്ടത് ഒരേപോലത്തെ ആയിരുന്നു. ഇതിൻ്റെ ത്രെഡ് വർക്ക് വ്യത്യാസമുണ്ട്, ഇതിലും സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ കാണിക്കുക. കളേഴ്സ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ. കണ്ടോ വേറൊരു ത്രെഡ് വർക്കാണ് സീക്വൻസിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അടുത്തത് ഒരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞൊരു ഫ്ലോറൽ ഡിസൈൻ പോലുള്ളൊരു ഡിസൈൻ അതിൻ്റെ സെൻറ്റർ പാർട്ടിലാണ് ആ ഒരു സീക്വൻസ് വർക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ. ഇത് നല്ലൊരു ബ്ലാക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്, നല്ല ജെറ്റ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. ഇത് ഓൾ ഓവർ ആയിട്ട് ഇങ്ങനെ സീക്വൻസ് പോകുന്നുണ്ട്, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. റേറ്റും മറ്റു ഡീറ്റെയിൽസും ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.